ഇതൊരു ചെറിയ പരീക്ഷണം കേട്ടോ. ആദ്യമേ തന്നെ പറയാം, എൻ്റെ സ്വരം പോയി കിടക്കുകയാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്നോ എവിടെയോ കണ്ടൊരു അതായത് പൊട്ടറ്റോ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എപ്പോഴോ എവിടെയോ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തു. പിന്നെ നമ്മുടെ ആട്ടപ്പൊടി മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം കൂടി ചേർത്ത് കുഴച്ചെടുക്കണം. നല്ല മതി. ഇത് മൊത്തം നീ തിന്ന് തീർക്കോ? ഇല്ല, എനിക്കൊരു 2-3 ദിവസത്തേക്കുള്ള ചവിട്ടിയാൻ വെച്ചതാണ്. എനിക്കിത് ഉരുളക്കിഴങ്ങ് നല്ല ചൂട് ഉരുളക്കിഴങ്ങാണ്. എനിക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുഴക്കൽ പ്രക്രിയ അവനെ ഏൽപ്പിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? ചൂടില്ലേ? നിനക്ക് നിന്റെ കൈ ഇങ്ങനെ കരാള ഹസ്തം പോലെ ഇരിക്കുന്നുണ്ട്, നിനക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരു മുള്ളു കൊണ്ടുവരാ നമ്മുടെ കാരണമാണ്. കുഴയ്ക്ക്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് ഉരുളക്കിഴങ്ങ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നോർമലി ചപ്പാത്തിയിലേക്ക് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ എണ്ണയൊക്കെ ചേർക്കില്ല. അപ്പോൾ അതുപോലെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സുഖമുണ്ടോ, വിരൽ കുത്തി കയറി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും പോലെ തന്നെ കുറച്ച് പൊടിയിൽ, നോർമൽ പൊടിയിൽ തന്നെ മുക്കിയെടുത്ത് നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചപ്പാത്തി പോലെ കാര്യങ്ങൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു ചപ്പാത്തി മേക്കറാണ്, അതിനകത്ത് വെച്ചിട്ടാണ് പരത്തിയെടുക്കാമെന്ന് വിചാരിച്ച് അത്യാവശ്യം ഒക്കെ ഞെക്കിയെടുത്തതേ ഞാൻ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു, ഒരു 10-20 എണ്ണ ഉണ്ടാക്കിയെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണോ, ചപ്പാത്തി മേക്കറിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരെണ്ണം മാത്രമേ അതിനകത്ത് നോക്കിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പഴയ രീതിയിലേക്ക് ഞാനങ്ങോട്ട് കടന്നു. ചപ്പാത്തി പോലെയൊക്കെ ഒന്നുമില്ലാത്തതുകൊണ്ട് കുപ്പി എടുത്തു, പ്ലാസ്റ്റിക് നിർത്തിയിട്ട് അതിനകത്തേക്ക് ചപ്പാത്തി വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് മൊത്തം പരത്തി എടുത്തത്, വേറെ ചപ്പാത്തി മേക്കർ വെച്ചിട്ടല്ല. അപ്പോൾ ഈ ചപ്പാത്തി എല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഒട്ടിപ്പോകാതിരിക്കാൻ ഇടയ്ക്കെല്ലാം ഞാൻ പൊടിയിട്ടു. പിന്നെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കല്ലിലേക്ക് ഇട്ട് ചപ്പാത്തി എല്ലാം വേവിച്ചെടുത്തത്. ഭയങ്കര എന്താ ഈ പൊന്തി വരില്ലേ, അപ്പോൾ അതുപോലൊക്കെ നല്ല രീതിയിൽ പൊന്തിയൊക്കെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് എണ്ണ ഇങ്ങനെ കല്ലിൽ തേച്ചിട്ടാണ് ചെയ്തത്. കൂടുതൽ എണ്ണ ഇട്ടത് ചീത്തയാക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ കല്ല് ചീത്തയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം നല്ല അസലായിട്ട് കുക്ക് ചെയ്തെടുത്തു. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ വെച്ചിട്ടുള്ള തീയലുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാം. എനിക്ക് ചോറുണ്ടല്ലോ, എനിക്ക് ചോറ് കഴിക്കണം രാത്രി. ചോറ് കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. കുറച്ച് ചോറ് എങ്ങനെയാലും രാവിലെ വെച്ചതിൻ്റെ ബാക്കിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കും. ചെമ്മീൻ നിങ്ങൾ ചെമ്മീൻ എന്നാണോ പറയുക? ഞങ്ങളൊക്കെ കൊല്ലങ്ങ കൊഞ്ചെന്നാ പറയുക. കൊഞ്ച്. ഇതാണ് ഞാൻ തീയൽ. അപ്പോൾ തുടങ്ങാം. ഞാനുണ്ട് ചപ്പാത്തി. പൊട്ടോയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല, നോർമൽ ചപ്പാത്തിയുടെ ടേസ്റ്റാണ്. പിന്നെ വേറെന്തോ ഒരു ടേസ്റ്റ്. എന്നാലും സംഭവം കൊള്ളാവോ? നന്നായിട്ടുണ്ട്. പൊളിയ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. ചെമ്മീൻ പറക്കി ഇടാന്ന് കരുതണ്ട, ബാക്കി ബാലൻസ് ഉള്ള സാധനങ്ങളൊക്കെയാണ്.